Boche Gold and Diamonds. Buy now, pay later. വെട്ടത്ത് പുതിയങ്ങാടി വലിയ നേർച്ചയ്ക്ക് സുരക്ഷ ഒരുക്കാൻ വിവിധ ദിവസങ്ങളിൽ 1000-ഓളം പോലീസുകാരെ വിന്യസിപ്പിക്കുമെന്ന് തിരൂർ ഡിവൈഎസ്പി കെ.എം. ബിജു പറഞ്ഞു. ഞായറാഴ്ച മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാവും. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ഡിവൈഎസ്പി കെ.എം. ബിജു പറഞ്ഞു. പുതിയങ്ങാടി നേർച്ചയ്ക്ക് സുരക്ഷയൊരുക്കാൻ 1000-ഓളം പോലീസുകാർ എത്തുമെന്ന് തിരൂർ ഡിവൈഎസ്പി കെ.എം. ബിജു പറഞ്ഞു. സാമൂഹിക വിരുദ്ധമായ ചെയ്തികൾ നടത്തുന്നവരെ പിടിക്കാൻ മഫ്തി പോലീസുകാരെ നിയമിക്കും. ലഹരി ഉപയോഗിക്കുന്നവരെ മറ്റും പിടികൂടി ശക്തമായ നടപടിയെടുക്കുമെന്നും ഡിവൈഎസ്പി കെ.എം. ബിജു പറഞ്ഞു. സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകളെയും മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്ന ആളുകളെയും കർക്കശമായി തന്നെ നേരിടുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. മുൻപ് കേസുള്ള ആളുകൾക്കെതിരെ കാപ്പ പ്രകാരമുള്ള നടപടികൾ വരെ എടുക്കുന്നതാണ്. ഈ ആളുകളെ നിരീക്ഷിക്കുന്നതിനായിട്ട് മഫ്റ്റിയിലും അതുപോലെ ഡാൻസ് ഓഫിൻ്റെ അംഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തിരക്കുണ്ടാവുന്ന പള്ളിയോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിലും അതുപോലെ കാർണിവൽ നടക്കുന്ന സ്ഥലങ്ങളിലും പോലീസിൻ്റെയും മഫ്റ്റി പോലീസിൻ്റെയും സാന്നിധ്യം ഉണ്ടായിരിക്കും. ഈ സമയങ്ങളിൽ സുഗമമായിട്ടുള്ള ട്രാഫിക് ഒരുക്കുന്നതിനായിട്ട് ട്രാഫിക് ഡൈവേർഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട്. ആയത് നാളെ ഉച്ചയ്ക്ക് 1 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. വലിയ വാഹനങ്ങൾ ഹൈവേ വഴിക്ക് തന്നെ പോകേണ്ടത്. അതുപോലെ പൊസഷൻ തുടങ്ങുന്ന സമയം മുതൽ ചെറിയ വാഹനങ്ങളും നിശ്ചിത റൂട്ടിൽ കൂടെ മാത്രമേ പോകാൻ പാടുകയുള്ളൂ. ചമ്രവട്ടം റോഡ് പൂർണ്ണമായിട്ടും തടസ്സമുണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആളുകൾ അതിനനുസരിച്ചുള്ള ഒരു ക്രമീകരണങ്ങൾ ചെയ്യേണ്ടതാണ്. തുടർന്നുള്ള ദിവസങ്ങളിലും ട്രാഫിക് ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കും. ഇത് കഴിയുന്നതുവരെ പോലീസിൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടാവുകയും നേർച്ച തുടങ്ങുന്ന 7 മുതൽ സമാപിക്കുന്ന 9 വരെ തിരൂരിൽ ഗതാഗത നിയന്ത്രണങ്ങളുമുണ്ട്. 7-ന് ഉച്ച മുതൽ ചമ്രവട്ടം പാത വഴി വലിയ വാഹനങ്ങൾ നിരോധിച്ചു. കൂടാതെ സാഹചര്യത്തിനനുസരിച്ച് ചെറിയ വാഹനങ്ങൾക്ക് നിയന്ത്രണമുണ്ടാകുമെന്നും ഡിവൈഎസ്പി പറഞ്ഞു. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിൽ പോലീസ് സംവിധാനങ്ങൾ ഉണ്ടാവുകയും ആളുകൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പോലീസിനെ സമീപിക്കാവുന്നതും അല്ലെങ്കിൽ ഫോണിൽ വിവരങ്ങൾ കൈമാറാവുന്നതാണ്. നല്ല രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണമാണ് ഇപ്രാവശ്യവും നമ്മുടെ ജില്ലാ പോലീസ് മേധാവി ശ്രീ ശശിധരൻ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ജില്ലയിലുള്ള ഏകദേശം 1000-ഓളം പോലീസുകാർ 3 ദിവസമായിട്ട് ഈ സ്ഥലങ്ങളിൽ നിരീക്ഷണം നടത്താനുണ്ടാവും. നല്ല ഒരു നേർച്ചയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട്.